നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മനസ്സിൽ നിന്ന് പുറത്തു നിർത്തി നീ എന്നെ അവഗണിക്കരുത് സ്വാതി. നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോവാ. മനസ്സ് വിഷമിക്കാതെ കഴിച്ചു കൂട്ടേണ്ട സമയം ഇത്. സ്വാതി, അതൊന്ന് മനസ്സിലാക്ക്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഈ വരവ് എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയാ. ഒരു പെണ്ണ് ഒറ്റപ്പെട്ടു പോകുന്നതും അവള് നിസ്സഹായാവുന്നതും എപ്പോഴാണെന്നുള്ള പാഠം അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. ഭർത്താവിനാൽ ചതിക്കപ്പെട്ടവൾ ഗർഭിണിയായി തീരുമ്പോ വീട്ടുകാര് പോലും അവൾക്കൊപ്പം ഉണ്ടാവില്ല. എല്ലാം കുഞ്ഞിന് വേണ്ടി എന്നുള്ള വിധിയെഴുത്താവും. സ്വന്തമായി ഒരു നിലപാടെടുക്കാൻ പോലും അവൾക്ക് കഴിയില്ല. പെണ്ണടിയറവ് പറയുന്നത് ആ നിമിഷത്തിലാ. എനിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതും അത് കാരണം തന്നെയാ. എന്ത് പ്രായശ്ചിത്വം ഞാൻ ചെയ്യാം? എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള സ്വാർത്ഥത കൊണ്ട് എല്ലാം ഞാൻ മനസ്സിലടക്കി വെച്ചുപോയി. അമ്മ നീയും തമ്മിലുള്ള സ്നേഹബന്ധം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അമ്മുവിന് വേണ്ടി എന്നെയും നിന്റെ വീട്ടുകാരെയും വരെ നീ തള്ളിപ്പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ അമ്മുവും സഞ്ജുവും ഒന്നിച്ച് ജീവിക്കട്ടെ എന്നൊരു തീരുമാനം നീ എടുക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. നീ എന്നോട് ക്ഷമിക്ക്. ഞാനൊരു പച്ചയായ മനുഷ്യനായി പോയില്ലേ? നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം സഞ്ജു. അച്ഛൻ 2 സ്ത്രീകളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന കഥ എന്റെ കുഞ്ഞ് ഒരു കാലത്തും അറിയരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അമ്മയ്ക്ക് എന്ത് വിലയാ ഉണ്ടായതെന്ന് എന്റെ കുഞ്ഞ് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരിക്കലും ഇവിടെ വരരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.